ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് ശ്രദ്ധയാകർഷിക്കുന്നു. അത് തിരുവനന്തപുരത്തെ പാങ്ങോട് പുലിപ്പാറ ഗ്രാമപഞ്ചായത്ത് വാർഡാണ്. ആ വാർഡ് UDF നിന്ന് പിടിച്ചെടുത്തത് LDF-ഓ BJP-യോ അല്ല, FDPI ആണ്. FDPI തിരുവനന്തപുരത്ത് ശക്തി പ്രാപിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ വിജയം. പുലിപ്പാറ ഗ്രാമപഞ്ചായത്ത് വാർഡ് FDPI UDF നിന്ന് പിടിച്ചെടുത്തപ്പോൾ അത് വലിയൊരു വിജയമായി FDPI മാറ്റുന്നു. പാങ്ങോട്, പാലോട്, പെരിങ്ങമല തുടങ്ങിയ പ്രദേശങ്ങളിൽ FDPIക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അവർ വളർന്നു വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല വാർഡുകളിലെയും ജയപരാജയങ്ങളെ നിർണയിക്കാൻ FDPIക്ക് കഴിവുണ്ട്. അവർ അത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ അവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ചത് ഭീമാപള്ളി, വള്ളക്കടവ്, കരമന, പൂന്തുറ, മാണിക്യവിളാകം തുടങ്ങിയ വാർഡുകളിലാണ്. അതിൽ വള്ളക്കടവിൽ അവർ 2ാം സ്ഥാനത്ത് എത്തി. അത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. തിരുവനന്തപുരത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ FDPI ശക്തി പ്രാപിച്ചു വരുന്നു എന്നതിന്റെ സൂചന. വള്ളക്കടവിൽ ടൈറ്റ് ഫൈറ്റിലൂടെയാണ് CPM വിജയിച്ചത്. ഭീമാവള്ളിയിലും വള്ളക്കടവിലും കരമനയിലും പൂന്തുറയിലും മാണിക്യവിളാകത്തും ഒക്കെ ഇക്കുറി ഓപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ FDPI സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അവർ പിടിക്കുന്ന വോട്ടുകൾ UDF-ന്റെ വോട്ടുകളാകാനാണ് സാധ്യത കൂടുതൽ. മാത്രമല്ല, UDF-ന്റെ ജയത്തെ സ്വാധീനിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. UDF-ന്റെ ജയത്തെ അട്ടിമറിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർഡുകൾ, ഭീമാവള്ളി, വള്ളക്കടവ്, കരമന, പൂന്തുറ, മാണിക്യവിളാകം തുടങ്ങിയ വാർഡുകൾ FDPIയുടെ വോട്ട് നിർണായകമായി മാറും. ആ മാറ്റം തലസ്ഥാനത്തെ പുതിയൊരു മാറ്റമാണ്. അതിന്റെ ഒരു സൂചനയാണ് പുലിപ്പാറ ഗ്രാമപഞ്ചായത്ത് വാർഡ് UDF നിന്ന് FDPI വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. ഭീമാവള്ളി, വള്ളക്കടവ്, കരമന, പൂന്തുറ, മാണിക്യവിളാകം തുടങ്ങിയ വാർഡുകളിൽ FDPI ശക്തി പ്രാപിച്ചു വരുന്നു എന്ന സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റുന്നില്ല. FDPI ശക്തി പ്രാപിക്കുമ്പോൾ അവിടെ UDF തകർന്ന് തരിപ്പണമാകും. LDF നില ഭദ്രമാക്കി ചെയ്യുന്നു. ഈ വാർഡുകളിൽ നിന്നും, ഇതിലെ കരമന വാർഡ് ഒഴിച്ച് ബാക്കി വാർഡുകളിൽ നിന്നും BJPക്ക് സ്വാധീനമില്ല. കരമന വാർഡ് ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. ബാക്കി വാർഡുകളിൽ നിന്നും BJPക്ക് വലിയ സ്വാധീനവുമില്ല. എന്തായാലും UDF-ന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു FDPI. കഴിഞ്ഞ തവണ FDPI ഒരു തീരുമാനം എടുത്തിരുന്നു. നേമത്ത് B. ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു. അത് ശിവൻകുട്ടിക്ക് ഏറെ ഗുണകരമായി മാറുകയും ചെയ്തു. ശിവൻകുട്ടി ജയിക്കണമെന്ന് പറഞ്ഞു തന്നെ FDPI വോട്ട് പിടിക്കുന്ന ഒരു കാഴ്ച നേമത്ത് കണ്ടു. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല വാർഡുകളിലെയും UDF-ന്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ FDPIക്ക് കഴിവുണ്ട്. അവർ ചില വാർഡുകൾ നേടാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും വള്ളക്കടവ് വാർഡ് അതവരുടെ ശക്തി കേന്ദ്രമായി മാറിയിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു FDPI കൗൺസിലർ ഉണ്ടാകാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അവർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീവരാഹം വാർഡിൽ LDF കഷ്ടിച്ച് ജയിച്ചുവെങ്കിലും UDF-ന്റെ പരിതാപകരമായ അവസ്ഥയൊന്ന് നോക്കണം. തുച്ഛമായ വോട്ടാണ് UDF-ന് നേടാനായത്. വെറും 277 വോട്ട്. തിരുവനന്തപുരത്ത് UDF-ന്റെ നില അത്ര പരിതാപകരമായിരിക്കും. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അംഗം കുറിക്കാൻ CPM-ഉം BJP-യും അല്ലെങ്കിൽ LDF-ഉം NDA-യും തയ്യാറെടുക്കുമ്പോൾ FDPI തിരുവനന്തപുരത്ത് ഒരു നിശബ്ദ ശക്തിയായി വളർന്നു വരികയാണ്.